ഖത്തറിലായാലും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. വെടിക്കെട്ടും സംഗീത നിശയും ഒക്കെയായി പുതുവർഷത്തെ ഖത്തറും വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലുസൈൽ ബോളിവുഡിലാണ് പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത്. ഇത്തവണ കുടുംബങ്ങൾക്ക് മാത്രമായി ഇവിടത്തെ ആഘോഷം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ദോഹയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ഓൾഡ് ദോഹ പോർട്ടിലും കോർണിഷിലും ആഘോഷങ്ങൾ അരങ്ങേറുന്നുണ്ട്. അബ്ബാസ് മുഹമ്മദാണ് ഓൾഡ് ദോഹ പോർട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അബ്ബാസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. യെസ് അബ്ബാസ്, അവിടെ എവിടെയൊക്കെയാണ് പ്രധാനപ്പെട്ട ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള രീതിയിലുള്ള പരിപാടികളൊക്കെ ഉണ്ട് അവിടെ? ദോഹയിൽ പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്നത് ലുസൈൽ ബോളിവുഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ലുസൈൽ ബോളിവുഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷം അത് ഫാമിലികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള ഇവിടെ ബാച്ചലറായി താമസിക്കുന്ന ആളുകൾക്ക് അതിന് മാധ്യമപ്രവർത്തകരാണെങ്കിൽ പോലും അങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ലുസൈലിലേക്ക് പോകാൻ പറ്റിയില്ല. സമ്പൂർണ്ണമായി ഫാമിലികൾക്ക് വേണ്ടി മാത്രം അവിടെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോർണിഷിലാണ്. കോർണിഷ് എന്ന് പറയുമ്പോൾ ദോഹയിലൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. എല്ലാ ആളുകളും ഒത്തുചേരുന്ന സ്ഥലമാണ്. ഏത് ആഘോഷം ഉണ്ടായാലും ഈ കോർണിഷിൽ ആളുകൾ വന്നിരിക്കുക, സൊറ പറയുക, സംസാരിക്കുക എന്നുള്ളതൊക്കെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഈ കോർണിഷിലെ കടലിലാണ്. ഈ കടലിലൊരു ബോട്ടിലാണ്. ഇവിടെ ഒരു മലയാളി കൂട്ടായ്മ അവരുടെ പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 4 മണിക്കൂർ ബോട്ട് റേസിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരുടെ കൂടെയാണ് നമ്മളുള്ളത്. ഇതോടുകൂടെ തന്നെ ഈ ആളുകൾ ഒത്തുചേരുന്ന ഈ നമ്മുടെ സൂക്കു വാക്കിഫ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ, മെന പാർക്ക് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ദോഹയെ സംബന്ധിച്ചിടത്തൊരു പ്രശ്നമുള്ളത് നല്ല തണുപ്പാണ്. ഞാനിപ്പോൾ കോട്ടിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ നല്ല തണുപ്പാണ്. ഈ തണുപ്പ് 2 ദിവസമായിട്ട് അതിശൈത്യ കാറ്റ് കൂടി വീശുന്നുണ്ട്. ഈ കാറ്റിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ആളുകൾക്ക് നല്ല ജാക്കറ്റ് എടുത്താണ് പുറത്തിറങ്ങുന്നത്. അങ്ങനെയുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ തണുത്ത കാലാവസ്ഥയിൽ കൂടിയാണ് നമ്മുടെ ഈ പുതുവർഷം ദോഹയിലെത്തുന്നത്. എന്നാലും ആഘോഷത്തിനൊട്ടും കുറവില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലുസൈൽ ബോളിവുഡ് ആഘോഷത്തിൻ്റെ പ്രധാന കേന്ദ്രമായിട്ട് നിൽക്കുന്നു. അവിടെ വെടിക്കെട്ടുകളുണ്ട്, ഫയർ വർക്സുകളുണ്ട്. അവിടുത്തെ ഐക്കണിക് ടവറുകളിൽ കരിമരുന്ന് പ്രയോഗങ്ങളും അതുപോലെ ലൈവ് സംഗീത നിശയും ഒക്കെ അരങ്ങേറുന്നുണ്ട്. എന്നാൽ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിന്ന് കടലിൽ ആഘോഷിക്കുക എന്നുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ഒരു വിചാരത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിലവിൽ നമ്മളിപ്പോൾ കോർണിഷിലെ കടലിലാണ് ഉള്ളത്. ഒരു ബോട്ടിലാണ്. ഇവിടെ ഇവരുടെ ആഘോഷ പരിപാടികൾ നടക്കാൻ പോവുകയാണ്. 4 മണിക്കൂർ നീണ്ട ആഘോഷത്തിലാണ് ഈ ആളുകൾ ഒരുങ്ങുന്നത്. ഏതായാലും നമുക്ക് അവരോട് കൂടി വിശേഷങ്ങൾ ചോദിക്കേണ്ടെന്ന് തോന്നുന്നു. അല്ലേ? എങ്ങനെയുണ്ട് പുതുവത്സരത്തെ ആഘോഷിക്കാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദോഹ കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്. 2022 ഞങ്ങൾ ദോഹയിലെ എല്ലാ നാട്ടുകാരും, അതൊരു ജില്ലക്കാരൊന്നുമില്ല, ദോഹയിലെ സ്നേഹിക്കുന്ന കലാകാരന്മാരെല്ലാവരും കൂടി ഒത്തുകൂടുന്ന സംഘടനയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാനുള്ള പരിപാടി തുടങ്ങി. എന്തൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ആഘോഷങ്ങൾ? 4 മണിക്കൂർ ഞങ്ങൾ ബോട്ടിൽ ഇങ്ങനെ കറങ്ങി പാട്ടും ഡാൻസും അടിച്ചു പൊളിക്ക്. ഞങ്ങൾ കൂട്ടായ്മയുടെ ഫുഡ് ഉണ്ട്. എവിടെ? നാട്ടിലെവിടെയാ? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ. പേര് ഷിഹാബ്. എന്താണ് ഇന്നത്തെ ഒരു ആഘോഷം? ഇന്നത്തെ പ്രധാനപ്പെട്ടത് നമ്മൾ പുതുവത്സരം തന്നെയാണ് ഞങ്ങൾ ഇതാക്കുന്നത്. പക്ഷെ ഇന്നിവിടെ ഞങ്ങൾ വെടിക്കെട്ട് കാണാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് സമ്മതിക്കാത്തത് കാരണം ഞങ്ങൾ ബോട്ടിൽ തൽക്കാലം 4 മണിക്കൂർ കടലിൽ സ്പെൻഡ് ചെയ്യാന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഗ്രൂപ്പിന്റെ എന്തൊക്കെയാണ് സ്പെഷ്യൽ? സ്പെഷ്യൽ എൻജോയ് ചെയ്യാനാണ്. പുതുവത്സര ബിരിയാണി ഉണ്ട്, കലാപരിപാടികളൊക്കെ ഉണ്ട്, ഡാൻസ്, പാട്ട് എൻജോയ് ചെയ്യുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ. സലീം തകർക്കും അടിച്ചു പൊളിച്ച്. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ. ഒരു പ്രമുഖ സിംഗറാണ്. എല്ലാവരും പാട്ടുപാടി രസിപ്പിക്കാൻ വന്നതാണ്. എല്ലാവരും ഇവിടെ പാട്ടുകാരാണ്. നമ്മളെ മാത്രമല്ല, ഇത് എല്ലാവരും പാട്ടുകാരുടെ തന്നെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, പുതുവത്സരത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ആഘോഷം ഇവിടെ എൻജോയ് ചെയ്യാൻ പോകുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അടിച്ചു പൊളിക്കാം, അത്രേ ഉള്ളൂ. ആണല്ലേ? ഇത് ഇപ്പൊ ലുസൈലിലേക്ക് ഒന്ന് പോകാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടോ? ഇല്ല, അങ്ങനെ സങ്കടമൊന്നുമില്ല. കാരണം എന്തായാലും കയറ്റൂലെന്ന് അറിയാലോ. പിന്നെ എന്തിനാ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെയാണ്. അല്ലേ? ഏട്ടൻ്റെ പേര്? നാട്ടിലെവിടെ? അഷ്റഫ്. കണ്ണൂർ മട്ടന്നൂരാണ്. പിന്നെ അത് ലുസൈലിലെ ഫാമിലിയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ബോട്ടിങ് 3-4 മണിക്കൂർ. തണുത്തും തോന്നുന്നു. ഇല്ല, ഇനി അങ്ങോട്ട് നല്ല തണുപ്പായിരിക്കും എന്ന് പറയുന്ന കേട്ടോ ഇന്ന് രാത്രി. അപ്പം അതുകൊണ്ടുള്ള ഇതിൽ വന്നതാ. ആണല്ലേ? അത് ഇവിടെ ഇനിയും ആളുകളുണ്ട്. ഹലോ,
എങ്ങനെയുണ്ട്? നല്ല തണുത്തും തോന്നുന്നു മൊത്തത്തിൽ അല്ലേ? ഭയങ്കര തണുപ്പാ ആണല്ലേ? എങ്ങനെയുണ്ട്? അപ്പം ആഘോഷത്തിലുള്ള മൂടൊന്നും ഇല്ല ഇപ്പൊ? അടിപൊളി അടിച്ചു പൊളിക്കാൻ പോവാ. നാട്ടിലെവിടെയാ? നാട്ടില് തൃശ്ശൂര്. തൃശ്ശൂര്. എന്താ പേര്? ദീപ. എന്തൊക്കെയാ ഇന്നത്തെ ആഘോഷ പരിപാടികൾ? ഇന്ന് ഫുൾ ചില്ലാവണം, വൈബാവണം, പൊളിക്കണം. പൊളിക്കും ഞങ്ങ, അടിക്കും ഞങ്ങ, പൊളിക്കും ഞങ്ങ. ഒരു ഗായകി കൂടിയാണ്. ഞങ്ങള് നാട്ടിലെവിടെയാ? നാട്ടില് മലപ്പുറം. മലപ്പുറം. എന്താ ഇന്നത്തെ പ്രോഗ്രാം? ഇന്നത്തെ എല്ലാരെയും ഒന്ന് ജസ്റ്റ് അറിയാത്തവരുണ്ട്, എല്ലാവരെയും കൂടി അടിച്ചു പൊളിക്കാം. ഭയങ്കര സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ തണുപ്പില് നമ്മളെ കൊണ്ടുപോകാൻ പാടില്ല, അപ്പൊ നമ്മള് ചില്ലായി നിക്കട്ടെ. വിളിച്ചില്ലാണ് അല്ലേ? പാട്ടുകാരിയാന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ? ഖത്തറിൽ വളർന്നു വരുന്ന ഒരു മുമ്പ് ആണോ? ഒരു പാട്ട് പാടാൻ പറഞ്ഞ പാടോ? നാളൊരു പറ്റു പാടാം. കുറച്ച് വടക്ക് പാടി. പാടോ? ഇന്നൊരു പാട്ട് പാടി. ആ, സോളോ പാടിക്കും. ലൈവാണ്, ഞങ്ങൾക്ക് വേഗം വേണം. നെറ്റിമേലെ പൊട്ടിട്ടാലും തഞ്ചാവൂർ നീലാവിൻ ചന്ദനപ്പൂ ചാന്തിട്ടാലും ഈ ശംഖു തോൽക്കും മണിക്കഴുത്തിൽ ചാത്താൻ ചന്ദ്രകാന്ത മണിത്താലി ഈ പത്മരാഗപ്പടവിലെ പനി നീ പൂവേ. നെറ്റിമേലെ പൊട്ടിട്ടാലും തഞ്ചാവൂർ പട്ട് ചുറ്റിപ്പൂ വെച്ചാലും മംഗളപ്പൂ പൂക്കും മാറിൽ നീലാവിൻ ചന്ദനപ്പൂ ചാന്തിട്ടാലും പടവാള്. അപ്പോ ഇത് ഈ പാട്ടിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ ഒരു രാവാണെന്ന് അല്ലേ? ഇനി ഏതൊരു പാട്ട് പാടാം? ഒന്നും കൂടി പോയി തോന്നുന്നു. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും തിരിയുള്ള ഉങ്കനിത്തേവി പെണ്ണെ സൈനബാ ബീവി. മനസകമിൽ മുഹബത്ത് പെരുത്ത് മനങ്ങൾ ഉരുത്ത് മഹർമാല എടുത്ത് മധുമതിയാ മലങ്ങളാൻ മണവാട്ടി നിന്നേ. അപ്പം ഇതാണ് ഒരു ആഘോഷം എന്ന് പറയുന്നത്. ഇങ്ങനെ കൊച്ചു കൊച്ചു കൂട്ടങ്ങളായിട്ട് ദോഹ ആഘോഷിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ലുസൈൽ ബോളിവാഡിലേക്ക് ഫാമിലികളില്ലാത്ത ആളുകൾക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ അതിൻ്റെ സങ്കടം ഇങ്ങനെ കടലിൽ ബോട്ടിലായിട്ടും അതുപോലെ ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ അല്ലേ ആകെ തകർത്തടിക്കുകയാണ് അല്ലേ? ഭക്ഷണം കഴിച്ച് പോയാൽ മതി കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ ഞങ്ങൾ കൂടെ കൂടാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ദോഹ ഇങ്ങനെയാണ്. ദോഹയിലെ പുതുവത്സര ആഘോഷം ഇങ്ങനെയാണ്. നമ്മൾ ഈ കാണുന്നത് പോലെയല്ല. ഇത് ഒരു ചെറിയ കൂട്ടം മാത്രമാണ്. ഇങ്ങനെ നമുക്ക് നേരത്തെ കാണാവുന്ന പോലെ തന്നെ ഇനി ഒരുപാട് ബോട്ടുകൾ കാണാം. അതിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേറെ വേറെ കൂട്ടങ്ങളുണ്ട്. അവർക്കൊക്കെ പാട്ടും ഡാൻസും ഭക്ഷണവും ഒക്കെ ആയിട്ട് ഈ ഒരു രാത്രിയെ അവിസ്മരണീയമാക്കാനുള്ള അവിടെ സമയത്തിനായി. ഇനി എത്ര നേരം കൂടി ഉണ്ട് 12 ആകാൻ ദോഹയില്? ഇവിടെ സമയം നമ്മൾ ബുള്ളറ്റിൻ സ്റ്റാർട്ട് ചെയ്യുക ഇവിടുത്തെ 8:30 മണിക്കാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയാവാനായിട്ടുണ്ടാവും. അതേ ആയിട്ടുള്ളൂ. നാട്ടിൽ 11:30 ആയി. പക്ഷെ നമ്മൾ 2.5 മണിക്കൂർ പിന്നിലാണല്ലോ അല്ലേ? 9 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുതുവത്സരത്തിന്റെ ഒരു അതിന്റെ ടെമ്പോയിലേക്ക് എത്താൻ ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്. പക്ഷേ ശരിക്കും തണുപ്പാ, സഹിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ തണുപ്പായിട്ടില്ല, ആവുന്നുള്ളൂ, സ്റ്റാർട്ട് ആവുന്നുള്ളൂ. തണുപ്പിനെ കുറിച്ചുള്ള ആശങ്ക കൂടി അവർ പങ്കുവെക്കുന്നു കേട്ടോ. സാറില്ല ബസ് 2 ഡാൻസ് ഒക്കെ കളിക്കുമ്പോഴേക്ക് ആ തണുപ്പൊക്കെ അങ്ങ് മാറും. എന്തായാലും ഇനി സമയമുണ്ടല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ആഘോഷങ്ങളിലേക്കൊക്കെ എത്താൻ ഇനി സമയമുണ്ടപ്പോ ഇവിടെ. അതെ തീർച്ചയായിട്ടും സമയമുണ്ട്. കാരണം ഒരു 3-4 മണിക്കൂർ ബാക്കി എടുക്കുകയാണ് ഏകദേശം അടുത്തൊരു വർഷത്തെ നമ്മൾ വരവേൽക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ പോലും ഇവർ ഗംഭീരമായ സെറ്റപ്പിൽ തന്നെയാണ് ഉള്ളത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറുകൂട്ടമാണ്. ഇങ്ങനെ അനേകം ചെറിയ ചെറിയ കൂട്ടങ്ങൾ ദോഹയിലെ പലയിടത്തുമായിട്ട് സമ്മേളിച്ചിട്ടുണ്ട്. ചിലർ മരുഭൂമിയിലുണ്ട്. സീലൈനിലൊക്കെ ഒന്ന് വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കടൽ പ്രദേശത്ത് ഇത്രയും തണുപ്പുണ്ട്. സീലയിലെത്തിയാൽ ഇതേ തണുപ്പ് തന്നെ അവിടെയും കാണും. ഈ തണുപ്പ് ചെറിയൊരു വില്ലനാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ആളുകൾ പുറത്തിറങ്ങാൻ സ്വാഭാവികമായിട്ടും മടിക്കുന്നൊരു സാഹചര്യമുണ്ട്.